ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ രാവിലെ എല്ലാവരും കൂടെ വെച്ച് പിടിക്കുന്ന സുമേഷേൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. സുമേഷേട്ടൻ ആരാന്നല്ലേ എല്ലാവരെയും എൻ്റെ വീഡിയോയിലും ഷോർട്സിലൂടെ എല്ലാം ഞാൻ പയ്യെ പരിചയപ്പെടുത്താം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പെയിൻറ്റിങ് ഇല്ലേ, അതിൻ്റെ ബാക്കി വർക്ക് ചെയ്യാനാണേ. ജിനുവിന് ഓഫ് ഉള്ളപ്പോഴും സിന്ധു ചേച്ചിക്ക് ഓഫ് ഉള്ളപ്പോഴും ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സിന്ധു ചേച്ചി സുമേഷേൻ്റെ വൈഫാണേ. അപ്പം ഇന്ന് ജിനുവിന് ഓഫും സിന്ധു ചേച്ചിക്കും ഓഫാണ്. അപ്പോൾ എന്നാ കരുതി ഇന്ന് പോയി ബാക്കിയും കൂടെ ചെയ്തേക്കാമെന്ന്. ആ വീട് ഫുള്ള് പെയിൻറ്റ് അടിക്കണം കേട്ടോ. നമ്മൾ വലിയ പെയിൻറ്റേഴ്സ് ഒന്നുമല്ല. ഇവിടെ സാധാരണ പുറത്ത് പെയിൻറ്റ് അടിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ചിലവാണ്. പെയിൻറ്റിങ്ങിന് മാത്രമല്ല എല്ലാ കാര്യത്തിനും. അപ്പോൾ സിന്ധു ചേച്ചി ഞാനും പറഞ്ഞത് എന്നാ ഞങ്ങൾ തന്നെ ചെയ്തോളാമെന്ന്. അങ്ങനെ കഴിഞ്ഞ ദിവസം ആ ഫെൻസിൻ്റെ വർക്ക് ചെയ്തത് നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ. അങ്ങനെ ഇന്ന് ബാക്കി റൂംസ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള വർക്കും കൂടെ നമുക്ക് ചെയ്യുന്ന കാണാം കേട്ടോ. മാത്തപ്പന് സുഖമില്ല. മാത്തപ്പന് ഇന്നലെ ചെറിയ ഛർദിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ വൈറൽ ഫീവറാണേ, അതുകൊണ്ടാണ് മാത്തപ്പൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു സുഖമില്ല അവന്. ജിനു ഇന്ന് ഓഫായതുകൊണ്ട് അവൻ്റെ കൂടെ ഇരുന്നോളൂ. ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജിനു അങ്ങോട്ട് കൊണ്ടുവന്നോളെന്നും പറഞ്ഞു. എന്നെ പിന്നെ ഇന്ന് പോയി ചെയ്തേക്കാം. ഇന്ന് നല്ല വെയിലാണ് കേട്ടോ. ഇന്ന് നല്ല കാലാവസ്ഥയാണ്. എന്നെ പിന്നെ ഇന്ന് തന്നെ പോയി ചെയ്തേക്കാമെന്ന് കരുതി. കണ്ടില്ലേ ഇവിടുത്തെ റോഡൊക്കെ എന്ത് ക്ലീൻ ആൻഡ് നീറ്റാന്ന്. ഇവിടെ ടാറിങ്ങൊക്കെ മിക്കപ്പോഴും നൈറ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ. ആർക്കും ഒരു ശല്യം ആകാതെ നൈറ്റ് വന്ന് അവർ തീർക്കും. ഒരു പൊട്ടിപ്പൊളിക്കോ നമ്മുടെ നാട്ടിലെ പോലെ കുളവോ ഒന്നും ഇവിടുത്തെ റോഡുകൾക്കില്ല കേട്ടോ. എന്തൊരു നീറ്റല്ലേ കാണാൻ. അങ്ങനെ നമ്മൾ സുമേഷേൻ്റെ വീട്ടിലെത്തി കേട്ടോ. ഇതാണ് സുമേഷേൻ്റെ വീട്. ഈ വീടാണ് നമുക്കിനി പെയിൻറ്റ് ചെയ്യാനുള്ളത്. പുറം ഭാഗമല്ല കേട്ടോ, അകത്ത്. ഇത് 4 മുറിയുള്ള ഒരു വീടാണേ. ആ 4 മുറിയും നമുക്ക് പെയിൻറ്റ് ചെയ്യണം. ഹോള് പെയിൻറ്റ് ചെയ്യണം, കിച്ചൺ പെയിൻറ്റ് ചെയ്യണം. അങ്ങനെ ഫുള്ള് പെയിൻറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ പയ്യെ അങ്ങോട്ട് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ആ ചെയ്ത ഫെൻസിൻ്റെ വർക്കില്ലേ, അതിവിടെയാണേ. അത് കയറി വരുന്നിടത്ത് തന്നെ. ബാക്ക് സൈഡിലും ഉണ്ട്. അവിടെ കുറച്ചുകൂടെ ലോങ് ആയിട്ടുള്ള ഫെൻസാണ്. ഇവിടെ ചെറിയ രീതിയിൽ. ഇത് നമ്മൾ നേരത്തെ ഇവിടെ ഫുള്ള് ചെടിയായിരുന്നു കേട്ടോ. അതെല്ലാം കളഞ്ഞ് ഫെൻസ് വെച്ച് ഇങ്ങനെ വർക്ക് ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഇപ്പോൾ കുറച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയല്ലേ. ഇപ്പോൾ കാണാനും നല്ല രസമുണ്ട്. സുമേഷേട്ടൻ്റെ അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ജനൽ വഴി കണ്ടു ഞങ്ങൾ വരുന്നത്. കണ്ടോ, തുറന്ന് നിന്നിട്ട് ഓടുവാണേ. കാരണം അമ്മ പുതപ്പ് ഇട്ടിട്ടുണ്ടേ. കാരണം അമ്മയ്ക്ക് ഇപ്പോഴും ഇവിടെ തണുപ്പാണ്. ഇവിടെ എത്ര ചൂട് വന്നെന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് തണുപ്പാണ്. അവിടെ നിന്ന് വന്ന് ഇവിടുത്തെ കാലാവസ്ഥ പിടിക്കണ്ടേ. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ഫെൻസ് കേട്ടോ. ഈ ബാക്ക് സൈഡ് ഫുള്ള് നമുക്കിനി ചെയ്യാനുള്ളതാണേ. ഇത് ഓൾറെഡി ഇവിടെ ഒരു പച്ച കളറാണ് കൊടുത്തേക്കുന്നത്. ഇത് ഫ്രണ്ടിലത്തെ പോലെ തന്നെ ഇനി ഗ്രേ കളറാക്കണം. ഇതാണ് റൂമിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കേ. ഇത് സുമേഷേൻ്റെ മൂത്ത മാനാണ് കേട്ടോ, ഞങ്ങളുടെ അപ്പൂസ്. സുമേഷേന് 3 പിള്ളേരാണ് ഉള്ളത്. അതിൽ ഏറ്റവും മൂത്ത ആളാണിത്. വഴിയെ എല്ലാവരെയും പരിചയപ്പെടാവേ. അപ്പം ഇത് സുമേഷേൻ്റെ ഒക്കെ റൂമാണ്. ഈ റൂമിൽ ഒരു ഭിത്തിക്ക് നമ്മൾ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. അങ്ങനെ 4 മുറിയിലെയും ഒരു ഭിത്തിക്ക് ഒരു കളർ വെച്ചും അങ്ങനെയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത്. വീഡിയോ എടുത്തു തരാൻ ആരുമില്ലായിരുന്നു കേട്ടോ. പിന്നെ സിന്ധു ചേച്ചി ഇടയ്ക്കൊന്ന് കയറി വന്നപ്പോഴത്തേക്ക് ഞാൻ സിന്ധു ചേച്ചിയോട് പറയായിരുന്നു, സിന്ധു ചേച്ചി വീഡിയോ ഇവിടെ വെക്കാൻ, കാരണം പെയിൻറ്റിങ് നടക്കുന്നതുകൊണ്ട് സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി വെച്ചേക്കുന്നതുകൊണ്ട് ഫോണൊന്ന് ചാരി വെക്കാൻ പോലും എങ്ങും സ്ഥലമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ സിന്ധു ചേച്ചിയോട് പറയുകയാണ്, സിന്ധു ചേച്ചി ഒന്ന് വീഡിയോ എടുത്ത് തരുമെന്ന്. അങ്ങനെ ചേച്ചി എടുത്ത് തന്ന ഷോട്ടാണ് കേട്ടോ ഇത്. ഇത് അപ്പൂസിൻ്റെ മുറിയാണേ. അപ്പൂസിൻ്റെ മുറിയിലെ ഈ 2 ഭിത്തിക്ക്, കാരണം ഈ പിള്ളേരാകുമ്പോഴത്തേക്ക് അവർ കുത്തി വരയ്ക്കുമല്ലോ, അതുകൊണ്ടാണ് ഈ 2 ഭിത്തിക്ക് ഗ്രേ കളറും മറ്റിടത്തെല്ലാം വൈറ്റ് തന്നെ കൊടുത്തത്. നമ്മൾ അത്ര നല്ല പെയിൻറ്റേഴ്സ് ഒന്നും അല്ല കേട്ടോ. പിന്നെ നമ്മുടെ സ്വന്തം വീടല്ലേ, അപ്പം നമ്മൾക്ക് തന്നെ ചെയ്യരുതോ, അങ്ങനെ ഉദ്ദേശിച്ച് ഞങ്ങൾ ചെയ്യാതെ കേട്ടോ. പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് അമ്മ ഞങ്ങൾക്ക് ചോറ് വിളമ്പി തന്നു കേട്ടോ. കറികളെല്ലാം കാരണം ചോറ് തന്നെ കാണാനേ ഇല്ലായിരുന്നല്ലേ. എല്ലാം കഴിഞ്ഞ് പെയിൻറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് കാപ്പിയും വെള്ളവും എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാഞ്ഞുകൊണ്ടാണ് അതൊന്നും കാണിക്കാഞ്ഞത്. അങ്ങനെ ഒരു 7 മണി 7:30 ആയപ്പോഴത്തേക്ക് കടയിലും കയറണമായിരുന്നു കേട്ടോ. തിരിച്ച് വരുന്ന വഴിക്ക് പാലൊക്കെ തീർന്നിരിക്കുമായിരുന്നു. അതെല്ലാം മേടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ ജിനു എന്നോട് പറഞ്ഞ് അതിരടി വന്നിട്ടുണ്ടെടി, പിന്നെ ദൃശ്യം 3 വന്നിട്ടുണ്ടെന്ന്, ഏത് കാണണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അതിരടി സൂപ്പറായിരിക്കും, എന്നാന്ന് നമുക്ക് അത് കാണാമെന്ന് പറഞ്ഞ് കണ്ടതാണ് കേട്ടോ. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇതിലും ഭേദം ദൃശ്യം 3 കാണുന്നതായിരുന്നു. സത്യം പറയാലോ എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്നതാണ് ഇവർ കാണിച്ചു വെച്ചേക്കുന്നത് എൻ്റെ ദൈവമേ. എൻ്റെ 2-3 മണിക്കൂർ വെറുതെ പോയി. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഇനി നാളെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ശരി തന്നെ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഞെക്കിയേക്കണേ.
എങ്കിലേ ഞാനിടുന്ന വീഡിയോയും ഷോർട്സും ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. ശരി കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.